ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലിസീസ് ഹിന്ദി ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും തന്നെ ഹിന്ദി എഴുതാനും വായിക്കാനും അറിയണവർ ആകണമെന്നില്ല. എന്നാൽ ഹിന്ദി എഴുതാനും വായിക്കാനും നിങ്ങൾക്ക് ഒരുപക്ഷെ ആഗ്രഹമുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഹിന്ദി എഴുതണം വായിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൃത്യം 1 മാസത്തിനുള്ളിൽ ഞാൻ നിങ്ങളെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചിരിക്കും. തീർച്ച. ഞാനിടുന്ന ക്ലാസ്സുകൾ ഓരോ ദിവസവും കാണുകയാണെങ്കിൽ, അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കൃത്യം 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ഹിന്ദി എഴുതുകയും വായിക്കുകയും ചെയ്തിരിക്കും. ഇതെൻ്റെ ഉറപ്പ്. ഓക്കെ, അപ്പം നമുക്ക് ഹിന്ദി ആൽഫബറ്റ്സിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. അക്ഷരങ്ങൾ നമുക്ക് മലയാളം അക്ഷരങ്ങളെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഹിന്ദി ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഹിന്ദി അക്ഷരങ്ങൾ സ്വർ വർണ്ണ്, വ്യഞ്ജൻ വർണ്ണ് എന്നിങ്ങനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. സ്വർ വർണ്ണ്, വ്യഞ്ജൻ വർണ്ണ്, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. ആദ്യം നമുക്ക് ഈ സ്വരാക്ഷരങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ന് നാം ഈ സ്വരാക്ഷരങ്ങൾ എല്ലാം തന്നെ എഴുതാനും വായിക്കാനും പഠിച്ചിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും ഹിന്ദി വായിക്കണമെന്ന് ഉറപ്പോടുകൂടി ഒരാഗ്രഹത്തോടു കൂടി പഠിക്കാൻ തുടങ്ങുക. ഇന്ന് സ്വരാക്ഷരങ്ങൾ നമ്മൾ എഴുതുകയും വായിക്കുകയും വായിക്കാനും എഴുതാനും നമ്മളിന്ന് പഠിച്ചിരിക്കും. ഓക്കെ, അപ്പം തുടങ്ങാം. ഞാനിവിടെ സ്വർവർണ്ണ സ്വരാക്ഷരങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. അത് എളുപ്പത്തിൽ പറഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ഇത് ഏതൊക്കെയാണ് ഈ സ്വർവർണ്ണ അഥവാ സ്വരാക്ഷരങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആ, ആ, ഇ, ഈ, ഉ, ഊ, റി, എ, ഐ, ഓ, ഔ, അ. ഒന്നുകൂടി. ആ, ആ, ഇ, ഈ, ഉ, ഊ, റി, എ, ഐ, ഓ, ഔ, അ. മലയാളം അക്ഷരങ്ങൾ, നമ്മൾ സ്വരാക്ഷരങ്ങൾ എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് അത് തന്നെയാണ് ഹിന്ദിയിലും സ്വരാക്ഷരങ്ങൾ. എഴുതുന്ന ലിപിക്ക് മാത്രമേ മാറ്റമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ അക്ഷരം കണ്ടു കഴിയുമ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് എഴുതാനും നിങ്ങൾ പഠിക്കും. ഓക്കെ, ആദ്യം ആ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ആ, ഹിന്ദിയിലായ എങ്ങനെ എഴുതുന്നത്? ആദ്യം നമ്മൾ 3 എഴുതാൻ എല്ലാവർക്കും അറിയാമല്ലോ. 3 എഴുതാം. 3 എഴുതി ഈ കുനിപ്പിൽ നിന്ന് ഒരു വര ഇങ്ങനെ വരയ്ക്കണം. ഇതാണ് ഈ ആ എന്ന് പറയുന്ന അക്ഷരം ഹിന്ദിയിൽ. 3 എഴുതുക, ഈ കുനിപ്പിൽ നിന്നും ഒരു വര വരയ്ക്കുക. 3 എഴുതുക, കുനിപ്പിൽ നിന്ന് ഒരു വര വരയ്ക്കുക. 3 എഴുതുക, ഈ കുനിപ്പിൽ നിന്ന് ഒരു വര വരയ്ക്കുക. കണ്ട, ഇതാണ് ആ. ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 3 വര എഴുതാം. അതിൻ്റെ കുനിപ്പിൽ നിന്ന് ഒരു വര. ഇതാണ് ആ. ഇനി ആ എങ്ങനെയാണ്? അതും നമ്മൾ ആ എഴുതാൻ പഠിച്ച് 3 എഴുതി കുനിപ്പിൽ നിന്നൊരു വര വരച്ച് ആ എന്നുള്ളതിന് ഒരു വര കൂടിയുണ്ട്. ആയുടെ കൂടെ നമ്മൾ ആ എഴുതി ആ ഒന്ന് നീട്ടി എഴുതിയില്ലേ, അതുപോലെ തന്നെ ഇവിടെ ആ എഴുതി അതിൻ്റെ കൂടെ ഒരു നീട്ടി വരച്ച്, ഒരെണ്ണം കൂടുതൽ വരച്ച്. അതാണ് ആ. എന്താണ്? 3 വരച്ച് ഒരു വര വരച്ച്. അപ്പം ആയായി. ആ എന്നുള്ളതിന് ചിഹ്നമാണിത്. ആ, കണ്ട, ഒരു 3 വരച്ച് കുനിപ്പിൽ നിന്ന് ഒരു വര വരച്ച് രണ്ടാമത്തെ വര. ആ, ഒരു വര 3 എഴുതി ഒരു വര വരച്ച് രണ്ടാമത്തെ വരച്ച്. കണ്ട, ആ. ഇനി എന്താണ്? ഇ.
അതിന് ഒരു ചെറിയ വര വരയ്ക്കുക, ഒരു എസ് ഇടുക, ഉള്ളിൽ കൂടി ഒരു വര വരയ്ക്കുക. കഴിഞ്ഞു. ഒരു ചെറിയ വര വരയ്ക്കുക, എസ് വരയ്ക്കുക, ഉള്ളിൽ കൂടി വരയ്ക്കുക. ഒരു ചെറിയ വര എസ് പോലെ എഴുതുക, ഉള്ളിൽ കൂടി വരച്ച്. ഒരു ചെറിയ വര എസ് വരച്ച് ഉള്ളിൽ കൂടി വരച്ച്. കണ്ട ഈ എളുപ്പമല്ലേ? ഈ എന്ന് എഴുതാനും നമ്മൾ പഠിച്ച്. ഇനി ഈ കണ്ടോ? ഈ എഴുതി. ഇനി ഈക്ക് ഒരു ദീർഘിട്ട് കഴിയുമ്പോൾ എന്തായി? ഈ എന്നായി. നമ്മളിവിടെ ഈ നീട്ടി എഴുതിയത് മുകളിലൊരു ദീർഘം, അത്രേ ഉള്ളൂ. ഒരു ചെറിയ വര വരയ്ക്കുക, കണ്ട ദീർഘം ഇങ്ങനെ വരച്ച് ദീർഘം. കണ്ടോ? കഴിഞ്ഞു. ഇതാണ് ഈ. ഇനി നമുക്ക് ഉ ഊ എന്നെഴുതാൻ പഠിക്കാം. ഉ അത് ജസ്റ്റ് ഒരു 3 ഒന്നങ്ങോട്ട് വരച്ചേക്കാം, അത്രേ ഉള്ളൂ. ആ എഴുതിയ ആ കുനിപ്പും വരയും മാത്രം മാറ്റിക്കളയും. എന്തായത്? ഊവായി. ഒരു 3 ഇങ്ങനെ വരയ്ക്കാൻ വലുതാണ്. അടിയിലത്തെ 3 വലുതായി. എൻ്റെ ഇത് ഒന്ന് വലുതാക്കി എഴുതാം. ഊ ഊ. ഇനി 3 ഇങ്ങനെ ഊ. കണ്ട? ഊ. ആയുടെ ഈ കുനിപ്പ് വരെ മാറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായി? അത് ഊവായി. എളുപ്പമല്ലേ? ഇനി ഊ. ഊ എന്താണ്? ഇങ്ങനെ തന്നെ വരയ്ക്കുക. ഈ കുനിപ്പിൽ നിന്ന് അടിയിലേക്ക് ഒരു വര വരയ്ക്കുക. 3 വരയ്ക്കുക, കുനിപ്പിൽ നിന്ന് അടിയിലേക്ക് വരയ്ക്കുക. 3 വരയ്ക്കുക, കുനിപ്പിൽ നിന്ന് അടിയിലേക്ക് വരയ്ക്കുക. ഇവിടെ നിന്നുണ്ട്. ഇത് ഊ. കണ്ട? ഇപ്പം നമ്മൾ ഊ എന്ന് വരെ പഠിച്ച്. അതൊന്നും കൂടി എഴുതി നോക്കാം. എങ്ങനെയാണ്? ആ 3 എഴുതാ, കുനിപ്പിൽ നിന്ന് ഒരു വര വരച്ച്. ഇതെന്തായി? ആയായി. ആ എന്ന് പറയുന്നത് എന്താണ്? 3 വര എഴുതാ, കുനിപ്പിൽ നിന്ന് ഒരു വര വരച്ച്. ആ എന്നുള്ളതിന് ദീർഘം ഒരു വരയും കൂടി വരച്ച്, കൂട്ടി വരച്ച്. ഈ എന്നുള്ളതിന് ഒരു ചെറിയ വരയ്ക്കുക, ഒരു എസ് ഇടാ, ഉള്ളിൽ കൂടി വരച്ച്. ഈ എന്നുള്ളതിന് ഇങ്ങനെ തന്നെ ദീർഘം മുകളിൽ. ഇനി ഊ എന്ന് പറയുമ്പോൾ ഒരു 3 ഇടാം. കഴിഞ്ഞു. ഊ എന്ന് പറയുമ്പോൾ ഇവിടേക്ക് ഒരു കുനിപ്പ്. ഊ. കഴിഞ്ഞു. മനസ്സിലായ? ഇനി അടുത്തത് എന്താണ്? ഇത് എറു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ എഴുതൂലേ? എറു. ഇതിന് ഹിന്ദിയിൽ റീ എന്നാണ് സാധാരണ ഉച്ചരിക്കുന്നത്. റീ. എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. എറു എന്നുള്ള അതേ ആൽഫബറ്റാണ് ഇത്. ഹിന്ദിയിൽ ഇത് റീ എന്നാണ്. എറു എന്ന് ഹിന്ദിയിൽ പറയാറില്ല, റീ എന്നാണ് വായിക്കുന്നത്. ഓക്കെ, എഴുതാം നമുക്ക്. റീ എങ്ങനെ എഴുതുന്നത്? ഇത് എറുവിൻ്റെ ആണ് കേട്ടോ. ഈ ശബ്ദം വരുന്നിടത്താണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. റീ എന്നാണ് ഹിന്ദിയിൽ ഉച്ചരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണ്? ഇങ്ങനെ ഒരു ചിന്നൂട ഒരു വര വരയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ട? എന്താണ്? ഇങ്ങനെ വരയ്ക്കാം. വര വരയ്ക്കാം. ഇവിടെ നീ കുനിപ്പിൽ നിന്ന് കണ്ട 3 തിരിച്ചിടണം. ഉള്ളിൽ കൂടി വരയ്ക്കാം. അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് ഒരു ചിഹ്നം ഇങ്ങനെ വരയ്ക്കാം.
വരച്ച് ഈ കുനിപ്പിൽ നിന്നും ഇങ്ങനെ 3 തിരിച്ചിടാം. ചിഹ്നം വരച്ച് വരച്ച് കുനിപ്പിൽ നിന്നും 3 തിരിച്ചിട്ട്. ഇതാണ് എറു എന്ന ശബ്ദം വരുന്നിടത്ത് നമ്മൾ എഴുതുന്നത് ട്രീ എന്ന് ഹിന്ദിയിൽ ഉച്ചരിക്കും. ഇനി അടുത്തത് എ. ഇത് എങ്ങനെയാ? ഇങ്ങനെ ഒരു വര വരച്ചിട്ട് കണ്ട, ആദ്യം ഇങ്ങനെ ഒരു വര വരയ്ക്കാം, ഇങ്ങനെ ഇടാം. എ. എന്താണിത്? എ. കണ്ട, എ. ഇങ്ങനെ ഒരു വര വരയ്ക്കാം, ഇങ്ങനെ ഇടാം. എ. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ ഹിന്ദി പഠിക്കാൻ? എ. ഇനി അടുത്തത് എന്താണ്? എ എന്നുള്ളതിനും ഹിന്ദിയിൽ പ്രത്യേകിച്ച് നമ്മളൊരു അക്ഷരങ്ങളില്ല. എ കഴിഞ്ഞാൽ പിന്നെ ഹിന്ദിയിലുള്ളത് ഐ ആണ്. ഐ. എ കഴിഞ്ഞാൽ എ എന്നുള്ളതിന് അക്ഷരമില്ല, പ്രത്യേകിച്ച് എഴുതാറില്ല. ഐ ആണ് അടുത്തത്. ഐ. ഐ എങ്ങനെയാ? എ എഴുതാ ഇങ്ങനെ, എന്നിട്ട് ഒരു ദീർഘം ഇവിടെ കൊടുക്കുക. എ എഴുതാ, ഒരു ദീർഘം കൊടുക്കുക. എ എഴുതാ, ഒരു ദീർഘം വരയ്ക്കുക. എ എഴുതി ഒരു ദീർഘം വരച്ച്. അപ്പം എന്തായി? അത് ഐ ആയി. ഐ. ഓക്കെ. ഇനി ഓ. ഓ എന്താണ്? ഓ. ഓ എഴുതുന്നത് എന്നെഴുതിയില്ലേ നമ്മൾ? അതുപോലെ തന്നെ 3 വരച്ച് കുനിപ്പി കൂടി 2 വര വരച്ച്, അപ്പോൾ ആന്നായി. അത് ഓയാക്കാൻ ഒരു ദീർഘം വരച്ച്, കുനിപ്പിൽ 2 വര വരച്ച് കെട്ടുവള്ളി അവിടെ ഇട്ട്. കണ്ട, എന്തായത്? ഓ. ഇനി ഔ. ഔ എന്നുള്ളത് ഓ ഒന്നും നമ്മൾ ഹിന്ദിയിൽ പറയാറില്ല. ഔ എന്താണ്? 2 കെട്ടുവള്ളികൾ. കണ്ട, ഔ എന്നുള്ളതിന് എന്നെഴുതാ 2 കെട്ടുവള്ളികൾ. ഔ എന്നുള്ളതിന് എന്നെഴുതി 2 കെട്ടുവള്ളികൾ. അപ്പം എന്തായി? ഔവായി. കണ്ട, ഔ. അപ്പം ഇതെന്താണ്? ആ ഇ ഈ ഉ ട്രീ. ട്രീ. എ ഐ ഓ ഔ. ഇനി 2 അക്ഷരം കൂടി നമ്മൾക്ക് പഠിക്കണം. അപ്പം നമ്മൾ ഏതൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത്? ട്രീ. ട്രീ എങ്ങനെ എഴുതാം? അങ്ങനെ ഇങ്ങനെ ചിഹ്നമിടാം, വര വരയ്ക്കാം, 3 മറിച്ചിടാം. ട്രീ ആയി. ഇനി എ. എ എങ്ങനെ എഴുതി? ഇങ്ങനെ എടുത്തിട്ട് എ. ഐ എങ്ങനെ എഴുതി? എടുത്തിട്ട് ഒരു കെട്ട്. ഓ എന്നെഴുതി നമ്മൾ ഒരു കെട്ട് വെള്ളിയിട്ട്. ഔ എങ്ങനെയാണ്? എന്നെഴുതി 2 കെട്ട് വെള്ളിയിട്ട്. ഔവായി. ഇനി എന്താണ്? എന്നെഴുതാൻ നമ്മൾ എഴുതി ഇത് ഇവിടെ ഒരു ചെറിയ 0 പോലെ ഇട്ട് എഴുതാ. കണ്ട, ഇനി അതുപോലെ തന്നെ നമ്മൾ ഹിന്ദിയിൽ എഴുതാം. എന്താ എഴുതി? കണ്ട. അപ്പം എല്ലാ അക്ഷരങ്ങളും നമ്മൾ പഠിച്ച് സ്വർവർണ്ണ ഫുൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹിന്ദിയിൽ ഇത്രയേ ഉള്ളൂ. ഹിന്ദി മലയാളം പോലെ തന്നെയാണ്, എഴുതാനും വായിക്കാനും എളുപ്പമാണ്. ഒരു പ്രാവശ്യം ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ. ഒന്നും കൂടി ടീച്ചർ എല്ലാം ഒന്നും കൂടി എഴുതി കാണിക്കുക. അത് കഴിഞ്ഞ്
ക്ലാസ്സിൽ വ്യഞ്ജനാക്ഷരങ്ങൾ ഓരോന്നും എങ്ങനെയാണ് എഴുതുന്നതെന്നും വായിക്കുന്നതെന്നും ടീച്ചർ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ എങ്ങനെ എഴുതി? 3 എഴുതി, കുനിപ്പിൽ നിന്നും ഒരു വര വരച്ച്. എന്നെഴുതാൻ നമ്മൾ ആ എഴുതിയ പോലെ തന്നെ എഴുതി, ഒരു വര വരച്ച്, 2 വര, ഒരു വര പോട്ടി വരച്ച്, ചെറിയൊരു വര വരച്ച് രസിട്ട് ഉള്ളിൽ കൂടി വരച്ച്. അടുത്തത് ഈക്ക് വ്യത്യാസം തന്നെ ഇവിടെ എഴുതി തീർക്കാം. ഇനി ഊ, ഒരു 3 വരച്ച്. ഊന്നാകുമ്പോൾ താഴോട്ട് വയ്ക്കും. ഓ റീ, റീ ചിഹ്നം വരച്ച് 3 മറിച്ചിട്ട്. ഓക്കെ, ഇനി എ എന്നുള്ളത് ഇങ്ങനെ ഒരു വര വരച്ച് ഇങ്ങനെ. അയ്യാകുമ്പോൾ എ നമ്മൾ എഴുതി, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് ഒരു കെട്ട് ഒഴുകിയിട്ട്. ഇനി ഓയാകുമ്പോൾ ആന്നെഴുതി ഒരു കെട്ട് ഒഴുകിയിട്ട്. ഔവാകുമ്പോഴോ ആന്നെഴുതി 2 കെട്ട് ഒഴുകിയിട്ട്. ഇനി അമ്മെന്നുള്ളതിന് ആ എഴുതി മുകളിൽ അം എന്നുള്ളതിന് ഇപ്പം ആ ഇ ഈ ഉ ഊ റി എ ഐ ഓ ഔ അം ആ. അപ്പം ഇതാണ് ഹിന്ദിയിൽ സ്വരാക്ഷരങ്ങൾ. ഇവ എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എഴുതി പഠിച്ചേ. നാളത്തെ ക്ലാസ്സിൽ വ്യഞ്ജനാക്ഷരങ്ങളിൽ ആദ്യത്തെ 5 അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും നാം പഠിക്കും. എല്ലാം ഒരുമിച്ചല്ല, ഓരോ ദിവസവും 5 അക്ഷരങ്ങൾ വീതം നമ്മൾ എഴുതാനും വായിക്കാനും പഠിക്കും. 1 മാസത്തിനുള്ളിൽ നിങ്ങൾ എഴുതാനും വായിക്കാനും പഠിച്ചിരിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഫ്രീ ആയി ഹിന്ദി എഴുതാനും വായിക്കാനും ടീച്ചർ പഠിപ്പിച്ചു തരാം. എല്ലാവരും ക്ലാസ് കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.